നൂറുകണക്കിന് കാൽനടയാത്രക്കാരും അതിലേറെ വാഹനങ്ങളും ആശ്രയിക്കുന്ന നഗരത്തിലെ പ്രധാന ഇടറോഡ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാര യോഗ്യമല്ലാതായിട്ടും റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ല എന്ന് നാട്ടുകാരുടെ ആക്ഷേപം. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. പലരും വീണ് ആക്സിഡന്റ് ഉണ്ടായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതെല്ലാം ഞങ്ങൾ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അപ്പോൾ ഇന്നാകട്ടെ നാളെ ആകും എന്നുള്ള രീതിയിൽ ഞങ്ങളും ഇങ്ങനെ ക്ഷമയോടെ നിന്നു. പക്ഷെ ഇനി ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ വയ്യ. കുണ്ടംകുഴിയായി കിടക്കുന്നുണ്ട്. കാൽനട യാത്രക്കാർക്ക് രാത്രി പ്രത്യേകിച്ച് പലരും തല്ലി വിടുന്നതും ഞാൻ കാണുന്നുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ് യാത്രക്കാരുടെ നടപടിയും വിധം റോഡ് താറുമാറായിട്ട് മാസങ്ങളായെങ്കിലും ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. ആലപ്പുഴ YMCA പാലത്തിന് പടിഞ്ഞാറ് മാർത്തോമ ചർച്ചിനോട് ചേർന്നുള്ള ചാത്തനാട് തോണ്ടൻകുളങ്ങരയിലേക്കുള്ള റോഡാണ് ഇതുവഴി സഞ്ചരിക്കുന്ന കാൽനട യാത്രക്കാർക്കടക്കം ദുരിതം സമ്മാനിക്കുന്നത്. സ്കൂൾ കുട്ടികൾ, വയോജനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ, കാറുകളടക്കം നൂറുകണക്കിന് ആളുകളും അതിലേറെ വാഹനങ്ങളും വിവിധ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ആശ്രയിക്കുന്ന നഗരത്തിലെ പ്രധാന ഇടറോഡുകളിൽ ഒന്നാണ് ഈ റോഡ്. എന്നാൽ കാൽനട പോലും അസാധ്യമായ റോഡിലൂടെ അപകടം കൂടാതെ സഞ്ചരിക്കണമെങ്കിൽ പ്രത്യേക പരിശീലനം നടത്തേണ്ട ഗതികേടിലാണ് തങ്ങളുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇനി ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ വയ്യ. അത്രയ്ക്ക് ദുരിതം അനുഭവിച്ചുകൊണ്ട് നമ്മളെല്ലാം ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരല്ലേ. മുനിസിപ്പാലിറ്റി ടാക്സ് എല്ലാം റെഗുലറായിട്ട് അടയ്ക്കുന്ന ഞങ്ങൾക്ക് ഈ ദുരിതമാണ് ഈ ആലപ്പുഴ മുനിസിപ്പാലിറ്റി. എല്ലാ സ്ഥലത്തും എല്ലാ ഏരിയയിലും ഇതുപോലുള്ള തോട് ഇത്രയും വർഷമായിട്ട് ഒരു വികസനവും ഈ തോടിന്റെ ഭാഗത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ തോടൊക്കെ സ്ലാബിട്ട് പോകേണ്ടത് എത്രയോ നാൾക്ക് മുമ്പ് ചെയ്തു പോകേണ്ടതാണ്. ഈ കുണ്ടംകുഴിയായി കിടക്കുന്നുണ്ട്. കാൽനട യാത്രക്കാർക്ക് രാത്രി പ്രത്യേകിച്ച് പലരും തല്ലി വിടുന്നതും ഞാൻ കാണുന്നുണ്ട്. പട്ടിശല്യം, ഇരുട്ട് അടിച്ചു കിടക്കുന്ന പോലെ ഉള്ളതുകൊണ്ട് പട്ടിശല്യം. പിന്നെ അവർ ഓട്ടോ വിളിച്ചാൽ പോലും ഇപ്പൊ ഇങ്ങോട്ട് വരത്തില്ല. കാരണം അത്യാവശ്യമായിട്ട് ആരെയും കൊണ്ടുപോയി ഈ റോഡിന്റെ കിടപ്പ് കൊണ്ട് അവരാരും വരത്തില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കില്ല. അതിന്റെ ഏറ്റവും ബിസിയായ റോഡാണ്. റോഡിന്റെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളോട് പരാതിപ്പെട്ടിട്ടും നാളിതുവരെ യാതൊരു പരിഹാരം കാണാത്തതും പ്രദേശവാസികളോടുള്ള അവഗണനയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇരുചക്ര വാഹനങ്ങളിൽ കുടുംബവുമായി ഇതുവഴി യാത്ര ചെയ്യുന്നവർ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയായി മാറിയതായും റോഡരികിലൂടെയുള്ള ചെറുതോടിന്റെ കൈവരികൾ തകർന്ന നിലയിലായതിനാൽ വലിയ അപകടം പതിയിരിക്കുന്നതായും നാട്ടുകാർ സൂചിപ്പിക്കുന്നു. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതോടൊപ്പം ചെറുതോടിന്റെ സംരക്ഷണ ഭിത്തി കെട്ടി മുകളിൽ സ്ലാബുകൾ സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾക്ക് ആശങ്കയില്ലാത്ത സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ.